ഇടതുമുന്നണി യോഗം ഈ മാസം 17-ന് തിരുവനന്തപുരത്ത് ചേരും. CPIM CPI ആശയവിനിമയത്തിലാണ് തീരുമാനമുണ്ടായത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഒരു തവണയാണ് യോഗം ചേർന്നത്. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിലെ LDF-നേറ്റ തോൽവിക്ക് ശേഷം ഒരു തവണയാണ് ഇത്തരത്തിൽ ഇടതുമുന്നണി യോഗം ചേർന്നത്. ഏതായാലും 17-ാം തീയതി തിരുവനന്തപുരത്ത് ഇടതുമുന്നണി യോഗം ചേരുകയാണ്. പ്രധാനമായും ഈ ഒരു പ്രതിപക്ഷ ഉപനേതാവ് പദവി അടക്കം ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇടതുമുന്നണി യോഗം വൈകുന്നതിൽ വലിയ തരത്തിലുള്ള അതൃപ്തി ഘടകകക്ഷികൾ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെതിരെ CPIM മാത്രമാണ് ഇപ്പോൾ സമരങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ നടത്തുന്നത്. പക്ഷേ ഇവിടെ വേണ്ടത് കൂട്ടായ ഒരു സമരവും പ്രതിഷേധങ്ങളുമാണ്. പക്ഷേ അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നായിരുന്നു ഘടകകക്ഷികൾ പലരുടെയും അഭിപ്രായം. ഇതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഇടതുമുന്നണി യോഗത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 17-നാണ് ഇടതുമുന്നണി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അജണ്ട സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഈ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചയാകും. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ CPI മുന്നോട്ട് വെച്ച അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി. പക്ഷേ അത് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് CPIM പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം ആ ഒരു കീഴ്വഴക്കം ഇല്ല എന്നാണ് CPIM നേതാക്കന്മാർ പറയുന്നത്. നേരത്തെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. അത്തരത്തിൽ CPIM ആണ് ഇത് രണ്ട് കാര്യങ്ങളും നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉപനേതാവ് പദവി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് പല ആവർത്തി CPIM നേതാക്കൾ തന്നെ CPI അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷേ പദവി വേണം എന്നുള്ള കടുംപിടുത്തത്തിലായിരുന്നു CPI ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു. LDF കൺവീനർ തന്നെ CPIയുടെ സംസ്ഥാന ആസ്ഥാനത്തെത്തി ചർച്ച നടത്തിയെങ്കിൽ തന്നെയും ഫലം ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇടതുമുന്നണി യോഗം അനിവാര്യമാണ് എന്ന് തന്നെയാണ് CPIM-ഉം CPI-യുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 17-ന് ഇടതുമുന്നണി യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനത്ത് സർക്കാരിനെതിരെ CPIM നടത്തുന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശക്തി പകരണം എന്നുണ്ടെങ്കിൽ തന്നെ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇടതുമുന്നണി യോഗം എന്നതിലേക്ക് കാര്യങ്ങൾ വരുന്നത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിശാലമായ ഒരു അവലോകന യോഗം ഇതുവരെയായും ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ നിലവിൽ ഇപ്പോൾ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തിയോടുകൂടി തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ പ്രചരണ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. തുടക്കത്തിൽ തന്നെ സർക്കാരിനെ ആക്രമിച്ച് മുന്നോട്ട് പോവുക, അതായിരുന്നു CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. അതിൻ്റേതായ നീക്കങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുമെന്ന് പറയാൻ കഴിയും. പിണറായി വിജയൻ തന്നെ പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടായ സ്ഥലങ്ങൾ, കടലിൽ കാണാതായ ആളുകളുടെ വീടുകളിലൊക്കെ തന്നെ പിണറായി വിജയൻ എത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം മറ്റ് മേഖലകളിലുമൊക്കെ തന്നെ വളരെ ശക്തനായ ഒരു നേതാവായി പിണറായി വിജയൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭരണപക്ഷത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് CPIM നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് ശക്തമായൊരു പിന്തുണ അത് ഇടതുമുന്നണി യോഗത്തിൽ അല്ലെങ്കിൽ യോഗം ചേരേണ്ടത് അനിവാര്യമാണ്. അത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. 17-ാം തീയതിയാണ് ഇടതുമുന്നണി യോഗം. നിലവിലെ സാഹചര്യത്തിൽ CPIM-ഉം CPI-യും കഴിഞ്ഞാൽ മൂന്നാം കക്ഷി അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ മൂന്നാം കക്ഷി എന്ന് ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് M ആണ്. കേരള കോൺഗ്രസ് M നേരത്തെ തന്നെ ഇടതുമുന്നണി യോഗം വിളിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് M-ന് ഉണ്ടായിരിക്കുന്നത്. മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പരാജയപ്പെട്ട സാഹചര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു മൗനത്തിൽ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് M. എന്നിരുന്നാൽ തന്നെ അവരുടെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണി യോഗം ചേരേണ്ടതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രവുമല്ല, മലയോര മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് കൂടുതൽ ശക്തി പകരണം എന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ ഒരു നേതൃത്വത്തിൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ കണ്ടതാണ് ഈ പ്രളയം ഉണ്ടായ സമയത്ത് പത്തനംതിട്ടയിലും കോട്ടയം ജില്ലകളിലും ഒക്കെ തന്നെ കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലായിരുന്നു. അല്ലെങ്കിൽ കാര്യമായ പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ തന്നെ CPIM ആണ് പ്രവർത്തനം വലിയ രീതിയിൽ നടത്തിയതൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുമായി മുന്നോട്ടുള്ള പോക്കുകൾ ആലോചിക്കുന്നതിനും
ആലോചിക്കുന്നതിനുമൊക്കെ ആണ് ഈ ഇടതുമുന്നണി യോഗം 17-ന് ചേരുന്നത്. ഒരു പക്ഷേ അന്ന് തന്നെ പ്രതിപക്ഷ ഉപനേതാവ് ആരായിരിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഒരു പക്ഷേ സമവായത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ CPM CPI ആലോചിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയിലേക്ക് എത്തിച്ചേരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ CPIM ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടു നൽകില്ല എന്ന നിലപാടിൽ. പ്രത്യേകിച്ചും KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് CPI ഈ ആവശ്യം ഉന്നയിക്കുമ്പോഴും CPIM അത്തരത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടു നൽകാൻ തയ്യാറാകാൻ നിൽക്കുന്നത്. എന്തായാലും ഈ 17-ാം തീയതി ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകാനാണ് സാധ്യത. ഇടതുമുന്നണി യോഗം ഈ മാസം 17-ന് തിരുവനന്തപുരത്ത് ചേരും. CPIM CPI ആശയവിനിമയത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തോൽവിക്ക് ശേഷം ഒരു തവണയാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. ഈ മാസം 17-ന് തിരുവനന്തപുരത്താണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.